1945 ഓഗസ്റ്റ് 6, സമയം രാവിലെ 8:15. ഏകദേശം 4 ലക്ഷത്തോളം ജനങ്ങൾ പാർത്തിരുന്ന ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ പുലരിയെ പുൽകാൻ തയ്യാറെടുക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നിസ്സഹായരായ അവരുടെ മുകളിലേക്കാണ് ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യനു നേരെ ആറ്റം ബോംബ് പ്രയോഗിക്കപ്പെടുന്നത്. ബോംബ് പൊട്ടി 1 സെക്കൻഡിന്റെ പകുതി സമയം കൊണ്ട് തന്നെ 70,000 ജീവനുകൾ കവർന്നെടുത്ത ആ മഹാദുരന്തത്തിന് 29 വർഷം തികയുകയാണ് 2024 ഓഗസ്റ്റ് 6. ഇത്രയും കൊടിയ ഒരു പാപം ചെയ്യാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചത് എന്താണ്? ജപ്പാനിലെ ഏറ്റവും വലിയ നഗരങ്ങൾ ടോക്കിയോയും ഒസാക്കയും ഒക്കെ ഉണ്ടായിട്ടും താരതമ്യേന ചെറിയ ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വർഷിക്കാൻ എന്തായിരുന്നു കാരണം? നമുക്ക് നോക്കാം. അതിനു മുമ്പായി ഇൻഫോ സ്റ്റോറി ബുക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതിലെ വീഡിയോകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തൂ. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളായിരുന്നു ഈ ദുരന്തത്തിലേക്ക് നയിച്ചത്. 1939 സെപ്റ്റംബർ 1 തുടങ്ങിയ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ലോകരാജ്യങ്ങൾ 2 ചേരിയായി തിരിഞ്ഞു. അതിൽ അച്ചുതണ്ട് ശക്തികൾ അഥവാ ആക്സിസ് പവേഴ്സ് എന്നറിയപ്പെടുന്ന ജർമ്മനിയും ഇറ്റലിയും ഉൾപ്പെട്ട ഗ്രൂപ്പിലായിരുന്നു ജപ്പാൻ. സഖ്യകക്ഷികളിൽപ്പെട്ട അമേരിക്ക നേരിട്ട് യുദ്ധത്തിൽ ഇടപെട്ടില്ലെങ്കിലും സാമ്പത്തികവും ആയുധവും നൽകി സഖ്യകക്ഷികളെ സഹായിച്ചിരുന്നു. അമേരിക്ക യുദ്ധത്തിൽ നേരിട്ടിടപെടുന്നത് ഒഴിവാക്കാൻ ജപ്പാൻ നടത്തിയ പ്രതിരോധ നടപടിയായിരുന്നു പേൾ ഹാർബർ ആക്രമണം. 1941 ഡിസംബർ 7 അമേരിക്കയിലെ ഹവായിയിലെ പേൾ ഹാർബർ 360ഓളം ജപ്പാൻ യുദ്ധവിമാനങ്ങൾ ആക്രമിച്ചു. 2300 സൈനികർ ഉൾപ്പെടെ 3000ഓളം മരണം, 1178 പേർക്ക് പരിക്ക്, 8 പടക്കപ്പലുകൾ പൂർണ്ണമായും 22 എണ്ണം ഭാഗികമായും നശിച്ചു. 188 യുദ്ധവിമാനങ്ങൾ ബോംബിട്ട് തകർക്കപ്പെട്ടു. അമേരിക്ക അക്ഷരാർത്ഥത്തിൽ നടുങ്ങി. അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് തൊട്ടടുത്ത ദിവസം തന്നെ കമ്മിറ്റി വിളിച്ച് ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഈ നഷ്ടത്തിന്റെ പ്രതികാരമായിരുന്നു ആറ്റം ബോംബ് ആക്രമണം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്ക നേരിട്ട് യുദ്ധത്തിനിറങ്ങിയതോടെ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ മുന്നേറ്റം നടത്തിയിരുന്ന ജപ്പാൻ സേനയ്ക്ക് തിരിച്ചടികൾ ഏൽക്കാൻ തുടങ്ങി. അവർ കീഴടക്കിയ പല പ്രദേശങ്ങളും വിട്ടുകൊടുക്കേണ്ടി വന്നു. 1943 സെപ്റ്റംബർ 8 ഇറ്റലി കീഴടങ്ങി. പക്ഷേ ജർമ്മനിയും ജപ്പാനും യുദ്ധം തുടർന്നു. കീഴടങ്ങാതിരുന്ന ജപ്പാനെ ഏത് വിധേനയും തകർക്കാൻ അമേരിക്ക തീരുമാനിച്ചു. 1945 മാർച്ച് 9 രാത്രിയിൽ ഹിരോഷിമ നാഗസാക്കി ആക്രമണത്തിന് ഏകദേശം 5 മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ ബോംബർ വിമാനങ്ങൾ 1665 ടൺ നാപ്പാം ക്ലസ്റ്റർ ബോംബുകൾ ടോക്കിയോ നഗരത്തിന്റെ 45 ചതുരശ്ര കിലോമീറ്റർ പരിധിക്കുള്ളിൽ വർഷിക്കുകയും ഒറ്റ രാത്രി കൊണ്ട് 1 ലക്ഷം പേരെ വധിക്കുകയും 10 ലക്ഷത്തോളം പേരെ ഭവനരഹിതരാക്കുകയും ചെയ്തു. ഓപ്പറേഷൻ മീറ്റിംഗ് ഹൗസ് എന്ന പേരിൽ ജപ്പാനിലെ ടോക്കിയോ നഗരത്തിൽ 1945 മാർച്ച് 9 10 തീയതികളായി അമേരിക്ക നടത്തിയ ഈ ബോംബാക്രമണമാണ് മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബോംബാക്രമണമായി കണക്കാക്കുന്നത്. പക്ഷേ ഇത്രയും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടും ജപ്പാൻ കീഴടങ്ങിയില്ല. ഇറ്റലിക്ക് പുറമെ 1945 ഏപ്രിൽ 30 ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തതോടെ ജർമ്മനിയും വീണു. നിരന്തരം ആക്രമണം നേരിട്ടതോടെ ജപ്പാന്റെ പരിശീലനം ലഭിച്ച പ്രഗത്ഭരായ ഒട്ടുമിക്ക പൈലറ്റുമാരും മരണപ്പെട്ടിരുന്നു. അവസാനം കൗമാരക്കാരായ വേണ്ട രീതിയിൽ പരിശീലനം പോലും ലഭിക്കാത്തവരെയായിരുന്നു ജപ്പാൻ യുദ്ധമുന്നണിയിലെ ബോംബർ വിമാനങ്ങളിൽ പൈലറ്റായി നിയമിച്ചിരുന്നത്. ജപ്പാൻ രാജാവായ ഹിരോഹിത്തോയുടെ തോൽവി മരണത്തിന് തുല്യമായി കണക്കാക്കിയിരുന്ന അവർ തങ്ങളുടെ തന്നെ യുദ്ധവിമാനങ്ങൾ ശത്രു വിമാനങ്ങളിലും കപ്പലുകളിലും ഇടിച്ചിറക്കി. ശത്രുപാളയങ്ങളിൽ തീക്കാറ്റായി മാറി. കാമികാസെ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ ആത്മഹത്യാ പൈലറ്റുകൾ ശത്രു സൈന്യത്തിലെ ആയിരക്കണക്കിന് ഭടന്മാരെയും നിരവധി കപ്പലുകളും വിമാനങ്ങളും തകർക്കുകയും ചെയ്തു. യുദ്ധത്തിൽ 3000ഓളം കാമികാസോകൾ മരണപ്പെട്ടതായിട്ടാണ് കണക്കാക്കുന്നത്. ഇതിനിടയിൽ തന്നെ ഓപ്പൺഹൈമറിന്റെ നേതൃത്വത്തിൽ ആറ്റം ബോംബ് നിർമ്മാണം ആരംഭിച്ച അമേരിക്ക 1945 ജൂലൈ 16 ന്യൂ മെക്സിക്കോയിലെ ഡെൽമൊറേറ്റ മരുഭൂമിയിൽ ട്രിനിറ്റി എന്ന പേരിൽ ആണവപരീക്ഷണം നടത്തി. 1945 ഏപ്രിൽ 12 അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് അന്തരിക്കുകയും വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഹാരി എസ് ട്രൂമാൻ അമേരിക്കയുടെ 33ാം പ്രസിഡന്റായി സ്ഥാനമേറ്റതോടെ അതുവരെ കീഴടങ്ങാതിരുന്ന ജപ്പാനെതിരെ കൂടുതൽ ശക്തമായ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചു. ശക്തമായ രീതിയിൽ ആക്രമിക്കുമെന്ന് ജപ്പാന് നിരന്തരം മുന്നറിയിപ്പ് നൽകി. കൂടാതെ ജപ്പാൻ കീഴടങ്ങാൻ താമസിച്ചാൽ സോവിയറ്റ് യൂണിയൻ ജപ്പാൻ ഉൾപ്പെടെയുള്ള മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കുമെന്നും അമേരിക്ക ഭയന്നിരുന്നു. എന്നാൽ ഈ ഭീഷണി ഒന്നും വകവെക്കാതെ പരാജയം മുന്നിൽ കണ്ടിട്ടും ജപ്പാൻ യുദ്ധം തുടർന്നു.
ചെയ്യാൻ പോകുന്ന ക്രൂരതയുടെ ഭവിഷ്യത്ത് അറിഞ്ഞിട്ട് കൂടി അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ ജപ്പാനിൽ ആറ്റം ബോംബ് വർഷിക്കാൻ അനുമതി നൽകി. അങ്ങനെ 1945 ജൂലൈ 25 അമേരിക്കൻ വ്യോമസേനയുടെ പസഫിക് മേഖലാ കമാൻഡർ ജനറലായ കാൾ സ്പാർക്സിന് ജപ്പാനിലെ 2 നഗരങ്ങളിൽ ആറ്റം ബോംബ് പ്രയോഗിക്കാനുള്ള നിർദ്ദേശം ലഭിച്ചു. മുമ്പ് വ്യോമാക്രമണം നടത്തിയിട്ടുണ്ടായിരുന്ന ജപ്പാനിലെ പ്രധാന നഗരങ്ങളായ ടോക്കിയോ, ഒസാക്ക എന്നിവയെ ഒഴിവാക്കി ഹിരോഷിമ, കൊക്കൂറ, നാഗസാക്കി, നിഗാത്ത എന്നീ 4 നഗരങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. 40,000-ഓളം ജാപ്പനീസ് സൈനികർ ഉൾപ്പെടെ സെക്കൻഡ് ജനറൽ ആർമിയുടെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്ന ഹിരോഷിമ നഗരം തന്നെയായിരുന്നു ആദ്യം തെരഞ്ഞെടുത്തത്. അങ്ങനെ 1945 ഓഗസ്റ്റ് 6 രാവിലെ 2:30 ബോയിംഗ് വിഭാഗത്തിൽപ്പെട്ട B-29 ബോംബർ വിമാനം പസഫിക്കിലെ ടിനിയാൻ ദ്വീപിൽ നിന്നും പറന്നുയർന്നു. പോർട്ടിബെറ്റ്സ് എന്ന പൈലറ്റ് നിയന്ത്രിച്ചിരുന്ന ഈ വിമാനത്തിന് അദ്ദേഹത്തിന്റെ അമ്മയുടെ തന്നെ പേരായിരുന്ന ഇനോളഗെ എന്നായിരുന്നു പേര് നൽകിയത്. ഇതിൽ സൂക്ഷിച്ചിരുന്ന 3 മീറ്റർ നീളവും 28 ഇഞ്ച് വ്യാസവുമുള്ള ലിറ്റിൽ ബോയ് എന്ന ബോംബിന് 4400 കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു. യുറേനിയം 235 ആയിരുന്നു ലിറ്റിൽ ബോയിലെ ആണവ ഇന്ധനം. രാവിലെ 8 വിമാനം ഹിരോഷിമ നഗരത്തിന് മുകളിലെത്തിയതായി റേഡിയോ സന്ദേശം ലഭിച്ചു. പോർട്ടിബെറ്റ്സ് ബട്ടൺ അമർത്തി. ഹിരോഷിമയിലെ ഷിമ സർജിക്കൽ ക്ലിനിക്കിന് 599 മീറ്റർ ഉയരത്തിൽ വെച്ച് ബോംബ് പൊട്ടി. കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് നഗരം ചാമ്പലായി. 15 ചതുരശ്ര കിലോമീറ്റർ ദൂരത്തിൽ 15,000 കിലോ ടണ്ണോളം TNT താപോർജം തീഗോളമായി വ്യാപിച്ചു. സെക്കൻഡിൽ പകുതി സമയം കൊണ്ട് 70,000-ഓളം മനുഷ്യജീവനുകൾ കത്തിക്കഴിഞ്ഞു. അത്രത്തോളം പേർക്ക് മാരകമായ പരിക്കേറ്റു. ആണവ വികിരണങ്ങൾ സമ്മാനിച്ച നിത്യദുരിതം പേര് അതിനുശേഷവും 10,000-ങ്ങൾ വിടതടഞ്ഞു. തലമുറകൾ കൈമാറി ദുരിതപ്പെയ്ത്ത് ഇപ്പോഴും തുടരുന്നു. ഒരുപാട് ഓർമ്മകൾ അവശേഷിക്കുന്നുണ്ട് ഹിരോഷിമയിൽ. ഹിരോഷിമ ബോംബിങ്ങിനെ അതിജീവിച്ച ഏക കെട്ടിടമെന്ന നിലയിൽ ഗെംബെക്കു ഡോം എന്ന ഹിരോഷിമ പീസ് മെമ്മോറിയൽ ഇപ്പോഴുമുണ്ട് ദുരന്തമുഖത്ത്. 1996 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഈ കെട്ടിടം ജപ്പാൻകാരുടെയും വിദേശി ടൂറിസ്റ്റുകളുടെയും പ്രധാന സന്ദർശന കേന്ദ്രമാണ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണ് വീഡിയോയിൽ കാണുന്നത്. ഹ്യൂമൻ ഷാഡോ ഓഫ് ഡെത്ത് അഥവാ ബ്ലാസ്റ്റ് ഷാഡോ എന്നറിയപ്പെടുന്ന ഈ ചിത്രം ഹിരോഷിമ ദുരന്തത്തിന്റെ ബാക്കി പത്രമാണ്. ഹിരോഷിമയിൽ പതിച്ച ബോംബ് സൃഷ്ടിച്ച ഭീമൻ അഗ്നിഗോളത്താൽ മനുഷ്യരും മറ്റ് ജീവികളും ഉരുകിപ്പോയി. അവിടുത്തെ സുമിതോമോ ബാങ്കിന്റെ വാതിൽപ്പടിയിൽ ഇരുന്ന ഒരു മനുഷ്യൻ ആവിയായി പോയതിന്റെ നിഴൽ പോലുള്ള രൂപം പടികളിൽ പതിഞ്ഞതാണെന്നാണ് ഈ ചിത്രത്തിന്റെ പിന്നിലെ വിശ്വാസം. അതുപോലെ തന്നെയാണ് ഇന്നും തീരാ ദുഃഖമായി അവശേഷിക്കുന്ന സഡാക്കോ സസാക്കിയുടെ കഥ. ബോംബ് സ്ഫോടന സമയത്ത് 2 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന സസാക്കിക്ക് 12 വയസ്സുള്ളപ്പോഴാണ് ലുക്കീമിയ ബാധിച്ച വിവരം കണ്ടെത്തുന്നത്. മരണം ഉറപ്പിച്ച അവൾക്ക് കൂട്ടുകാരിയായ കിയോ ആണ് 1000 ഒറിഗാമി കൊക്കുകളെ ഉണ്ടാക്കിയാൽ ആഗ്രഹിച്ചത് നടക്കും എന്ന് പറഞ്ഞു കൊടുത്തത്. രാവും പകലും പേപ്പറുകൾ ഒപ്പിച്ച് അവൾ കൊക്കുകളെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. എന്നാൽ 644 കൊക്കുകളെ ഉണ്ടാക്കിയപ്പോഴേക്കും അവൾ മരണത്തിന് കീഴടങ്ങി. ഹിരോഷിമ ബോംബ് പതിച്ച ഗ്രൗണ്ട് സീറോ ആയി കണക്കാക്കുന്ന ഷിമ സർജിക്കൽ ക്ലിനിക്ക് ഇന്ന് ഷിമ ഇന്റർനിസ്റ്റ് ഹോസ്പിറ്റലാണ്. ഇത്രയും ദുരന്തമുണ്ടായിട്ടും ജപ്പാൻ അന്ന് കീഴടങ്ങിയിരുന്നില്ല. ഇതിൽ അമർഷം പൂണ്ട അമേരിക്ക ആഗസ്റ്റ് 9 നാഗസാക്കിയിലും ആറ്റം ബോംബ് വിക്ഷേപിച്ചു. യഥാർത്ഥത്തിൽ കൊക്കൂറയായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം. കൊക്കൂറ നഗരത്തെ ലക്ഷ്യമാക്കി ഫാറ്റിമ എന്ന കൂടുതൽ പ്രകരശേഷിയുള്ള പ്ലൂട്ടോണിയം ഇന്ധനമായ ആറ്റം ബോംബുമായാണ് ചാൾസീനി എന്ന പൈലറ്റ് എത്തിയത്. എന്നാൽ കൊക്കൂറ നഗരത്തിന് മുകളിൽ മേഘാവൃതമായതിനാൽ 1 മണിക്കൂറോളം നോക്കിയിട്ടും അവിടെ ലക്ഷ്യം കാണാൻ സാധിച്ചില്ല. അങ്ങനെയാണ് അടുത്ത ലക്ഷ്യസ്ഥാനമായി നിശ്ചയിച്ചിരുന്ന നാഗസാക്കിയിൽ രാവിലെ 11:02 ബോംബിട്ടത്. 40,000-ഓളം പേർ ഉടനടി മരിച്ചു. 60,000-ഓളം പേർക്ക് മാരകമായി പരിക്കേറ്റു. 21,000 TNT ഊർജവും 3.3 മീറ്റർ നീളവും 60 ഇഞ്ച് വ്യാസവും 4,898 കിലോഗ്രാം ഭാരവുമുള്ള ഫാറ്റ്മാൻ ലിറ്റിൽ ബോയേക്കാളും വലിയ ബോംബായിരുന്നിട്ടും പർവ്വതങ്ങളും കുന്നുകളും നിറഞ്ഞ നാഗസാക്കിയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ട് മാത്രമാണ് ഹിരോഷിമയേക്കാൾ മരണസംഖ്യ കുറഞ്ഞത്. 2 നഗരങ്ങളിലുമായി 3 ലക്ഷത്തോളം പേർ മരിച്ചെന്നാണ് കണക്കുകൾ. ആറ്റം ബോംബിനെ അതിജീവിച്ചവരെ ഹിബാകുഷ എന്നാണ് ജപ്പാൻ ജനത വിളിക്കുന്നത്. ഹിരോഷിമ നാഗസാക്കി ബോംബ് സ്ഫോടനങ്ങൾ രണ്ടും അതിജീവിച്ചവരെ നിജു ഹിബാകുഷ എന്നും, ഔദ്യോഗിക രേഖകൾ പ്രകാരം ഏക നിജു ഹിബാകുഷയാണ് സുഡോമു യാമാഗുച്ചി. പക്ഷെ ഈ ദുരന്തങ്ങൾ കൊണ്ടും തകർക്കാൻ കഴിയുമായിരുന്നില്ല ജപ്പാൻ ജനതയെ. അവർ ഉയർത്തെഴുന്നേറ്റു.
1990 ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച ഹിരോഷിമ നഗരം ഉയർത്തെഴുന്നേൽപ്പിന്റെ പുതിയ പാഠങ്ങൾ ലോകത്തിന് നൽകി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുമല്ലോ. എങ്കിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.